ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. നമ്മൾ അധികം ആളുകൾ കേട്ടിരിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു വിഷയമാണ്. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് ബാങ്കിൽ അപ്ലിക്കബിൾ ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അതിന് നേരെ വിപരീതമായ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. അത് അത്രത്തോളം പോപ്പുലർ അല്ല, പക്ഷേ ചില രാജ്യങ്ങൾ അത് പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണോ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റും, ബാങ്കിൽ നമ്മൾ പൈസ നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റും, ഈ ഒരു രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റേ നമ്മൾ കേട്ടിരിക്കാൻ വഴിയുള്ളൂ. പക്ഷേ അതിന് നേരെ വിപരീതമായി, അതായത് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയ്ക്ക് ബാങ്ക് ചാർജ് ഈടാക്കുന്നു. അതിപ്പോൾ ഉദാഹരണത്തിന് ഒരു 8% ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന ആ പൈസയ്ക്ക് 8% തുക നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ പൈസയിൽ നിന്നും ആ പൈസ കുറയും. ആ ഒരു കൺസെപ്റ്റാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ 8% ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് ആ 8% ഇൻട്രസ്റ്റ് തരും. കേൾക്കുമ്പോൾ നമ്മൾ വളരെ കൗതുകം, എന്താണ് ഇങ്ങനൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് ബാങ്ക് പൈസ ഇങ്ങോട്ട് തരുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനൊരു കാരണങ്ങളുണ്ട്. അത് എക്കണോമിക്സിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതായത് ഈ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആപ്ലിക്കബിൾ ആകുന്നത് കൂടുതലും ഡീഫ്ലേഷൻ ഉള്ള എക്കോണമിയിലാണ്. ഡീഫ്ലേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മൾ ഈ ജീവിക്കുന്ന ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഈ ലോകത്തെ മെജോറിറ്റി കൺട്രീസിലും സംഭവിക്കുന്നത് ഇൻഫ്ലേഷൻ ആണ്. അതായത് പണപ്പെരുപ്പം. പണപ്പെരുപ്പം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇൻഫ്ലേഷൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ആ ഇൻഫ്ലേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഫ്ലേഷൻ, അതായത് പണച്ചുരുക്കം എന്ന് മലയാളത്തിൽ പറയും. അതായത് ആളുകൾ പൈസ സ്പെൻഡ് ചെയ്യാതിരിക്കുകയും എക്കോണമിയിലെ മാർക്കറ്റിൽ മണി ഫ്ലോ കുറവാവുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് ആളുകൾ കയ്യിലുള്ള പൈസ ചെലവാക്കാതെ അവർ മാർക്കറ്റിൽ പൈസ സ്പെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും സാധനങ്ങളുടെ വില കുറഞ്ഞു വരും. അപ്പോൾ ഇന്നിപ്പോൾ 100 രൂപയുടെ സാധനം നാളെ അത് ചിലപ്പോൾ 90 ആയേക്കാം. അപ്പൊ 90 ആകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇതിന് ഇനിയും പൈസ കുറയും. അങ്ങനെ ഇനിയും പൈസ കുറയുന്ന വിചാരിച്ച ആളുകൾ പൈസ കയ്യിൽ വീണ്ടും സേവ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പൈസ വീണ്ടും കുറയും. അങ്ങനെ അത് ശരിക്കും ഒരിക്കലും അതൊരു ഗുണകരമായൊരു പ്രവൃത്തിയല്ല. അത് നമ്മൾ വിചാരിക്കുമ്പോൾ സാധനത്തിന്റെ വില കുറയുകയല്ലേ, അത് നല്ലൊരു കാര്യമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് ശരിക്കും അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. അതായത് ആളുകൾ പൈസ സ്പെൻഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ മണി ഫ്ലോ കുറവാകുമ്പോൾ അതായത് കച്ചവടങ്ങൾ കുറയും ശരിക്കും. അതായത് ആളുകൾ പൈസ സ്പെൻഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ആരും ഒരു സാധനവും മേടിക്കുന്നില്ല. ഉറപ്പായിട്ടും മാർക്കറ്റിൽ കച്ചവടം കുറയും, പ്രോഫിറ്റ് കുറയുമ്പോൾ കമ്പനികൾ ആളുകളെ പിരിച്ചുവിടാൻ തുടങ്ങും, അല്ലെങ്കിൽ അവരുടെ ചെലവ് ചുരുക്കും, അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കും. അങ്ങനെ ശമ്പളം കുറയ്ക്കുമ്പോൾ വീണ്ടും നമ്മുടെ കയ്യിലുള്ള പൈസയുടെ അളവ് കുറയും. അങ്ങനെ കയ്യിലുള്ള പൈസയുടെ അളവ് കുറയുമ്പോൾ വീണ്ടും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കുറയും. അങ്ങനെ വീണ്ടും സ്പെൻഡ് ചെയ്യുന്ന പറയുമ്പോൾ കടക്കാർ കൂടുതൽ താഴ്ന്ന വിലയ്ക്ക് സാധനം വിൽക്കേണ്ടി വരും. കാരണം ആളുകൾ മേടിക്കുന്നില്ല. ആരും മേടിക്കാത്തൊരു സാധനത്തിന് ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുമ്പോൾ സാധനത്തിന്റെ വില സാധാരണയായിട്ട് കുറയുമല്ലോ. ആ ഒരു കൺസെപ്റ്റ്. അപ്പം അങ്ങനെ വരുമ്പം ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോയി അത് വളരെ എന്താ പറയുന്നത്, എക്കോണമിയെ വളരെ നല്ല രീതിയിൽ അത് ബാധിക്കും. ജപ്പാനിൽ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് അവിടെ കുറെ കൊല്ലങ്ങളായിട്ട് ഡിഫ്ലേഷൻ ആണ്. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് പോയിട്ടുണ്ട്. -0.25 ആ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ -% ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് പോയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന പൈസയ്ക്ക് ബാങ്ക് ചാർജ് ഈടാക്കുകയും ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് ബാങ്ക് അങ്ങോട്ട് പൈസ കൊടുക്കുകയും ചെയ്യും. അത് ശരിക്കും ചെയ്യുന്നത് മാർക്കറ്റിൽ മണി ഫ്ലോ കൂട്ടാൻ വേണ്ടിയാണ്. അതായത് ഒരാളുടെ ലോൺ എടുക്കുമ്പോൾ ബാങ്ക് ഇങ്ങോട്ട് പൈസ തരുവാണ് എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. കൂടുതൽ ആളുകൾ ലോൺ എടുത്ത് പുതിയ ബിസിനസ്സുകൾ തുടങ്ങും, അല്ലെങ്കിൽ പുതിയ കച്ചവടങ്ങൾ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ മണി ഫ്ലോ കൂടും. ആ ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഈ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിൽ വർക്കൗട്ട് ആകുന്നത്. ഇത് ധാരാളം രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വീഡൻ, ഡെൻമാർക്ക്, യൂറോപ്യൻ യൂണിയൻ, സ്വിറ്റ്സർലൻഡ് 1970-കളിൽ അവരുടെ എക്കണോമിക് ക്രൈസിസിൽ അതിൽ നിന്നും കരകയറാൻ വേണ്ടി ഈ ഒരു നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ധാരാളം രാജ്യങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ മാത്രമേ അതിന്റെ ആ ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ. ദീർഘകാലത്തോളം നമുക്ക് നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടു നടക്കാൻ കഴിയില്ല.
അങ്ങനെ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ദീർഘകാലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് എക്കോണമിയെ മറ്റൊരു തരത്തിൽ ബാധിക്കും. സ്വാഭാവികമായിട്ടും ലോൺ എടുക്കുന്നതിന് പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ പൈസ ലോൺ എടുക്കുകയും ബാങ്കിന്റെ കയ്യിലുള്ള റിസർവ് കുറയുകയും അങ്ങനെ നമുക്കറിയാം അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സെൻട്രൽ ബാങ്ക്സ്, ഓരോ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്ക്സ് അവരുടെ എക്കോണമിയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ടാക്ടിക്സ് ആണ്. അതിലൊരു മേജർ ടാക്ടിക്സ് എന്നല്ല, വളരെ അതുപോലെ തന്നെ ധാരാളം ഇത് ഈ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റുകൾ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം കൺസെപ്റ്റുണ്ട്. ഹെലികോപ്റ്റർ മണി, അതായത് അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ പൈസ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ബോൺസ് സെൻട്രൽ ബാങ്ക് തന്നെ മേടിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് പൈസ സെൻട്രൽ ബാങ്ക് ലെൻഡ് ചെയ്യുന്നു. സാധാരണ സെൻട്രൽ ബാങ്കുകൾക്ക് പൈസ കൊടുത്തിട്ട് ആ ബാങ്കുകളാണ് നമുക്ക് ലോൺ തരുന്നത്. അതിന് പകരം സെൻട്രൽ ബാങ്കിന് ഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് ലോൺ തരുന്ന രീതിയിൽ അങ്ങനെ ധാരാളം രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഓപ്ഷൻസ്, ടാറ്റിക്സ് സെൻട്രൽ ബാങ്ക്സ് ട്രൈ ചെയ്യാറുണ്ട്. എക്കോണമിയെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് സെൻട്രൽ ബാങ്കിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ആ ഒരു രീതി നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷൻ എപ്പോഴും നല്ലത് തന്നെയാണ്. ഒരിക്കലും വില കൂടാത്ത ഈ ജപ്പാനിലെ സിറ്റുവേഷൻ, ഈയിടെ ജപ്പാനിലുണ്ടായ ക്രൈസിസ് നമ്മൾ കണ്ടതാണ്. ജപ്പാനില് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ഒരു 0.something% കൂട്ടിയപ്പോൾ തന്നെ അവിടെയുള്ള എക്കോണമി ക്രാഷ് ആവുകയും അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിനെ തന്നെ ശരിക്കും നല്ല രീതിയിൽ ബാധിച്ചു. ആ അമേരിക്കൻ മാർക്കറ്റ് തകരാൻ കാരണമായത് ക്യാരി ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ്. ക്യാരി ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലെയും ഇൻട്രസ്റ്റ് റേറ്റിൽ ഉള്ള ഡിഫറൻസ് വെച്ചിട്ട് ആ ഒരു ഡിഫറൻസിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ, അതായത് ഒരു രാജ്യത്തു നിന്നും പണം കടമെടുത്ത് മറ്റൊരു രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നുണ്ടാക്കുന്ന റിട്ടേൺസ് ഇതിന്റെ ഈ ഒരു അല്ലെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ശരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജപ്പാനിൽ നിന്നും കടമെടുത്തിട്ട് അത് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജപ്പാനിൽ തിരിച്ചടക്കേണ്ട ഇൻട്രസ്റ്റ് അമേരിക്കയിൽ ഇങ്ങോട്ട് നിക്ഷേപത്തിന് കിട്ടുന്ന ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. ആ ഒരു പ്രോഫിറ്റ് വെച്ച് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ആ ഒരു കൺസെപ്റ്റിനാണ് ക്യാരി ട്രേഡ് എന്ന് പറയുന്നത്. ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അവിടുന്ന് ലോൺ എടുത്താലും അങ്ങോട്ട് തിരിച്ചടക്കേണ്ട പൈസ വളരെ കുറവാണ്. അതേ പണം കൊണ്ടുപോയി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ധാരാളം കിട്ടും. ആ ഒരു കൂടുതൽ കിട്ടിയ പണത്തിനെ ഇവിടെ കൊണ്ടുപോയി ആ കുറവായിട്ടുള്ള തിരിച്ചടവ് നമ്മൾ അടയ്ക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ലാഭം ഉണ്ടാവും. ആ ഒരു ലാഭം നേടുന്നതാണ് ക്യാരി ട്രേഡ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ വലിയ തോതിൽ ജാപ്പനീസ് യെൻ വെച്ചിട്ട് അല്ലെങ്കിൽ ജാപ്പനീസ് കറൻസി വെച്ചിട്ട് വലിയ തോതിൽ ക്യാരി ട്രേഡ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജപ്പാനില് ചെറിയൊരു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയപ്പോൾ പോലും അത് അമേരിക്കയിലെ നിക്ഷേപകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. അങ്ങനെ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു എക്കോണമിയിൽ ശരിക്കും ഡീഫ്ലേഷനിൽ നിന്നും കരകയറാൻ വേണ്ടിയാണ് ഈ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആളുകൾ അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വെച്ചത്. ആദ്യം ഇത് വളരെ ഒരു ഉട്ടോപ്യൻ ടൈപ്പ് കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ശരിക്കും എന്താണ്, ഇത് സക്സസ്ഫുൾ ആവുമോ എന്നുള്ള ഡൗട്ട് ധാരാളം റിസർച്ച് അല്ലെങ്കിൽ ഗവേഷകർക്കുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലി ചെറിയ തോതിലെങ്കിലും പല എക്കോണമീസിനെയും കരകയറ്റാൻ സഹായിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.